ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ നമുക്കുണ്ടല്ലോ ഇന്ന് അടിപൊളി സ്പെഷ്യലായിട്ടൊരു റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒരു തവണ നമ്മൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് തന്നെയല്ല, ചോറിനൊക്കെ എന്നാ രുചിയാണെന്നറിയാവോ. ചപ്പാത്തിക്കും വേണമെന്നുണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ നോർത്തിലൊക്കെ ചപ്പാത്തിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. 5-6 മിനിറ്റൊക്കെ മതിയാവും. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും മറക്കണ്ട കേട്ടോ. കൂടെ കമൻറ്റുവേ. എന്നാൽ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാവേ. ഇത്തിരി തരികളൊക്കെ ഉണ്ടാവും, അതൊന്നും സാരമില്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ വേണമെങ്കിൽ അരച്ചുകൂടി എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഇതാ എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. എന്താണെന്നല്ലേ, ഒരു മുളക് എടുത്തിട്ടുള്ളേ. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ മുളക് ഒത്തിരി ഇട്ടാൽ ഭയങ്കര എരിക്കില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഉണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേ. ഇനി മറ്റേ ആ ചതയ്ക്കുന്നതിനകത്തിട്ടിട്ട് ക്രഷറിനകത്തിട്ട് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ എന്തായാലും കല്ലിലോട്ട് വെച്ച് ചതച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കല്ല് കഴുകിയിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം കൂടെ വേണമെങ്കിലും എടുക്കാവുന്ന കാര്യമുള്ളേ. അങ്ങനെ നമ്മളിതാ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഒരു മൺചട്ടിയിൽ കുറച്ച് തൈര് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ തൈരുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. അതും ഈ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നല്ല വെള്ളം പോലെ ആയി പോകും. നമുക്കത് വേണ്ട, നമുക്ക് ഇത്തിരി തിക്നെസ് ആയിട്ട് തന്നെ കിട്ടണം. അതുകൊണ്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി ഉടച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരിൻ്റെ അകത്തേക്ക് നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി മുഴുത്ത പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെറുതാണേലും കുഴപ്പമില്ല. ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത്തിരി കൂടെ വലുതായാലും കുഴപ്പമില്ലായിരുന്നെന്ന്. എങ്ങനെയാലും സാരമില്ല, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ തരികളെല്ലാം കൂടെ നമുക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായി കിട്ടും. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം അങ്ങ് ഇല്ലാതിരിക്കുന്നത് നല്ലത്. എന്നിരുന്നാലും നമ്മൾ ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്ന കാരണം തൈരും നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് നല്ല രീതിയിൽ ഒരു നല്ല അത്യാവശ്യം കുറുക്കി ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പിന്നുണ്ടല്ലോ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലി ചെത്തിയൊക്കെ കളയുന്ന വേവിച്ചെടുക്കുന്നതെങ്കിൽ നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് വേവിച്ചെടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടി നമ്മുടെ ഈ തൈരും ഉരുളക്കിഴങ്ങിൻ്റെയും കൂടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനെയും കൂടി അതിലേക്കൊന്ന് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാണ്ടേ ഇത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്നല്ലേ, ഒരു കടായി വേഗം അടുപ്പത്തോട്ട് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ അതിലൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തോളുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക്, ഉലുവ, പിന്നെ ഒരു നുള്ളു ജീരകം. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല ചൂടാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കടുക് ആദ്യം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ചീഞ്ചട്ടി നല്ല ചൂടായിരുന്നു, എണ്ണയും നല്ല ചൂടായിരുന്നുകൊണ്ടാണ് ഒരുമിച്ചിട്ട് കൊടുത്തത് കേട്ടോ. ഇനി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, മുറിച്ചോ മുറിക്കാതെയോ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി, അത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകൾ ചേർക്കണം. എന്താണെന്നല്ലേ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി 1 ടീസ്പൂൺ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ, കാരണം നല്ല എരിവൊക്കെ ഉണ്ടാവും. ഇത്തിരി സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി കൂടുതൽ മുളക് പൊടി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ താണ്ടേ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തൈരിൻ്റെ മിക്സിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ നേരെ അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ മിക്സ് എല്ലാം കൂടെ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ആ രുചി വേറെ ആയിരിക്കും, ഇങ്ങനെ എടുക്കുന്നതിനായിരിക്കും സ്വാദ് കൂടുതൽ കിട്ടുന്നത്. ഇനി പോരാത്തതിന് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇഷ്ടമില്ലാത്തവർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ആ മസാലക്കൂട്ടുകളും മല്ലിയിലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊക്കെ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
അങ്ങനെ ദാണ്ടേ ഇത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഇത്തിരിയുടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ചോറിൻ്റെ കൂടെ, ചൂട് വേണമെന്നൊന്നുമില്ല, ഇത്തിരി തണുപ്പായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ചോറിൻ്റെ കൂടെ ഇതുപോലെ ഈ മുളക് ചതച്ചത് നമ്മുടെ തൈരും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല കറി ഒഴിച്ച് കഴിക്കാൻ എന്നാ രുചിയാണെന്നറിയാവോ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.